ദേവന്മാരുടെ ഒരു പകലിൻ്റെ ഒടുവിൽ ഒരു വൈകുന്നേരം, നമ്മളുടെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് പോലെ ഒരു ഈവനിങ് വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ദേവന്മാരുടെ ഒരു ഈവനിങ് വാക്കിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയിലേക്ക് അവരെത്തുകയാണ്. ഈ പുണ്യകാലത്ത് ചെയ്യേണ്ടുന്നതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ഒക്കെ കൃത്യമായിട്ട് പാലിക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരു 1000 അശ്വമേധം നടത്തുന്ന ഫലം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ശാരദ മാഡം നമസ്കാരം. നമസ്തേ. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ മാസങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ, അതായത് ഏപ്രിൽ 28 മുതൽ മെയ് 26 വരെയുള്ള ആ 30 ദിവസങ്ങൾ വളരെയേറെ പ്രാധാന്യമുള്ള ദിവസമാണ്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഈ മാസം ഏപ്രിൽ 28-ാം തീയതി ആരംഭിച്ച് ഒരു 30 ദിവസക്കാലം, ഒരു മാസക്കാലം വൈശാഖ മാസം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അത് വൈശാഖത്തെക്കുറിച്ച് പറയുന്നതിന് തൊട്ട് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പറയണം എന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ മുത്തശ്ശിക്കഥകൾ വഴിയാണ് നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞിരുന്നത്, കുട്ടികളിലേക്ക് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തിരുന്നതും. അതേപോലെ തന്നെ യുവാക്കളാണെങ്കിലും എല്ലാവരും ഈ നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചിട്ട്, നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ചിട്ട്, ചില ജീവിത ചര്യകളെ കുറിച്ചിട്ട്, പ്രാദേശികമായിട്ടുള്ള ഭേദങ്ങളെ കുറിച്ചിട്ട് ഒക്കെ മനസ്സിലാക്കിയിരുന്നത് മുത്തശ്ശി കഥകൾ വഴിയാണ്. അത് പിന്നീട് സചിത്ര കഥകൾ അങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ചിത്രകഥകൾ വായിച്ചിട്ടാണ് പുരാണങ്ങളായാലും നമ്മളുടേതായിട്ടുള്ള എല്ലാ ചരിത്രമായാലും ഇതുപോലെയുള്ള ഇതിഹാസങ്ങളെക്കുറിച്ചിട്ടും വിശ്വാസങ്ങളെക്കുറിച്ചിട്ടും അനുഷ്ഠാനങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഈ സചിത്ര കഥകൾക്ക് കുറച്ചധികം പ്രാധാന്യം ഉണ്ടായത്. അതൊക്കെ വായിച്ചിട്ടാണ് വളർന്നിരുന്നത്. ഇന്നിപ്പോൾ ഇതെല്ലാം മാറിയിട്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരം അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നു. എനിക്ക് തോന്നുന്നു വായിച്ചിരുന്ന കാലത്തേക്കാൾ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മീഡിയ വഴി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആദ്യം തന്നെ പങ്കുവയ്ക്കാം. ഇനി നമ്മൾ പറഞ്ഞു വന്നത് വൈശാഖത്തെക്കുറിച്ചിട്ടാണ്. വൈശാഖ മാസം നമുക്ക് കാലഗണന 9 തരത്തിലുള്ള കാലഗണന സമ്പ്രദായമുണ്ട്. സത്യത്തിൽ കാലത്തെ അളക്കാൻ ഒന്നും ആരെ കൊണ്ടും സാധിക്കില്ല. പക്ഷെ നമ്മളുടെ നിത്യജീവിതവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുമ്പോഴേക്കും നമുക്ക് സമയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം എന്നുള്ളത്, അതാണ് ഈ കാലം എന്ന് പറയുന്നത്. കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം എന്ന് തന്നെയാണ്. അപ്പോൾ 9 വിധത്തിലുള്ള കാലഗണനയുണ്ട്. ബ്രാഹ്മം, സൗരം, വാസിഷ്ഠം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിലുള്ള ബ്രാഹ്മം, പിത്രയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വിധത്തിലുള്ള കാലഗണനാ സമ്പ്രദായമുണ്ട്. അപ്പോൾ അതിൽ ഈ ദേവ പിതൃ മാനങ്ങൾ, അതുപോലെ ബ്രഹ്മമാനം നമ്മൾ എടുക്കാറില്ല. അതുപോലെ ദേവമാനം, പിതൃമാനം അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും കൂടുതലായിട്ട് സൗരമാനവും ചാന്ദ്രമാനവുമാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ കേരളീയമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഈ ചിങ്ങം, കന്നി, തുലാം എന്ന് തുടങ്ങിയിട്ടുള്ള 12 മാസഗണന, ആ പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ കേരളത്തിന് വെളിയിൽ എല്ലാവരും ചാന്ദ്രമാന പ്രകാരമാണ് മാസങ്ങളെ കണക്കാക്കുന്നത്. ചില ആചാരങ്ങൾക്ക്, ചില അനുഷ്ഠാനങ്ങൾക്കൊക്കെ നമ്മളും കേരളീയരും ഈ ചാന്ദ്ര സമ്പ്രദായത്തെ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ 12 ചാന്ദ്ര മാസങ്ങളിൽ 3 മാസങ്ങൾ, കാർത്തിക, മാഘം, വൈശാഖം, ഈ 3 മാസങ്ങൾ വളരെ വിശേഷമായിട്ടാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ വൈശാഖ മാസം, വൈശാഖ പുണ്യകാലം എന്നാണ് പറയുക. വൈശാഖ മാസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥ ഇങ്ങനെ പറയാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിലെ സൃഷ്ടി പ്രക്രിയകളെല്ലാം പരിപൂർണമായി കഴിഞ്ഞപ്പോൾ ത്രിമൂർത്തികൾ ചേർന്ന് സൃഷ്ടിക്രിയ ചെയ്തു. അപ്പോൾ സൃഷ്ടിയെല്ലാം പരിപൂർണമായി കഴിഞ്ഞിട്ട് ഈ ചെയ്തിരിക്കുന്ന സൃഷ്ടി, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ, ഓരോ ധർമ്മങ്ങൾ ഒക്കെ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരെ നടക്കുന്നുണ്ടോ, കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഇനിയും ആവശ്യമുണ്ടോ എന്നൊക്കെ, അതെന്തെങ്കിലും ഒരു പാകക്കുറവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിലേക്ക് പുറപ്പെടാനായിട്ട് തീരുമാനിക്കുക ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് ഭൂമിയിലേക്ക് വരേണ്ടത്
എന്നുള്ള ഒരു അതിനെ ഒന്ന് നിജപ്പെടുത്താനായിട്ട് ആലോചിച്ചപ്പോഴത്തേക്കും വർഷകാലമാകുമ്പോഴത്തേക്കും ജനങ്ങളൊക്കെ ദുഃഖിതരായിരിക്കും എന്നാണ് പറയുന്നത്. ഈ മഴയും അതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ജനങ്ങൾ ദുഃഖിതരായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും അപ്പം മഹാവിഷ്ണു ഇങ്ങനെ പറയാണ്, അങ്ങനെ അവരൊരു വിഷമിച്ച് കാണുമ്പോഴേക്കും എനിക്കും ആ വിഷമം ഉണ്ടാകും. അപ്പോൾ എൻ്റെ വിഷമം എന്ന് പറയുന്നത് ദേവന്മാരുടെ പരിഭവമായാലും സങ്കടമായാലും ക്രോധമായാലും ഒക്കെ മനുഷ്യർക്ക് അത് ആപത്തായിട്ടാണ് വരിക. അതുകൊണ്ട് ഞാൻ മൂലം ഈ സൃഷ്ടിച്ചിരിക്കുന്നവയ്ക്കൊന്നും ഒരാപത്തും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് കാരണം ആ വർഷകാലത്ത് വരണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മഞ്ഞുകാലത്തായാലോ, അങ്ങനെ ആലോചിച്ചപ്പോൾ മഞ്ഞുകാലത്ത് ഈ തണുപ്പും അതിൻ്റെ ആ ഒരു രാവിലെ ഉറങ്ങി എഴുന്നേക്കാനൊക്കെ എല്ലാവർക്കും ഒരു അലസരായിരിക്കും. ജനങ്ങൾ പൊതുവെ അലസരായിരിക്കും. അപ്പോൾ ഇവരുടെ ഈ ആലസ്യം കാണുമ്പോഴും എനിക്ക് ക്രോധം വന്നാൽ അതെൻ്റെ പ്രജകൾക്ക് ദോഷമായി തീരും. അപ്പോൾ ആ കാലവും വേണ്ട എന്നൊക്കെയാണ്. എന്നിട്ട് തിരഞ്ഞെടുത്തതാണ് ഈ വസന്തകാലം. വസന്തകാലം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നേരത്തെ വസന്തം ആരംഭിക്കുകയും ഈ വൈശാഖ മാസത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ വസന്തത്തിൻ്റെ തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഭൂമി ഇവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം പൂത്തുലഞ്ഞ് നിൽക്കുന്ന, വർഷത്തിൽ ഒരു തവണ മാത്രം പൂക്കുന്ന എല്ലാ വൃക്ഷങ്ങളും പൂത്തുലഞ്ഞ് കാഴ്ചയ്ക്ക് അതിമനോഹരമായി തീരുകയാണ് പ്രകൃതി. അതേപോലെ തന്നെ വൃക്ഷങ്ങളും വർഷത്തിൽ ഒരിക്കൽ കായ്ക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളെല്ലാം, എല്ലാ വൃക്ഷങ്ങളും കായ്ക്കുകളും ഭൂമി മുഴുവൻ ഫലസമ്പുഷ്ടമായിട്ടിരിക്കുക. ഭൂമിയുടെ അതല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതിയുടെ യൗവനകാലം എന്ന് വേണമെങ്കിൽ പറയാം ഈ വസന്തകാലം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി അവനവൻ്റെ ധർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടം. ആ ഒരു സമയം ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് ലക്ഷ്മിയോട് ചേർന്നിട്ട് മാധവൻ ആയിട്ട്, മാധവൻ എന്ന് പറയുമ്പോൾ മായുടെ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്, മായുടെ ധവനായിട്ട്, അപ്പോൾ മഹാലക്ഷ്മിയോട് ചേർന്നിട്ട് ഭൂമിയെ സന്ദർശിക്കാനായിട്ട് ഈ ഭൂമിയിൽ വരുന്ന സമയം, ഈ ഒരു മാസക്കാലം ഭഗവാൻ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ 30 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരായനവും ദക്ഷിണായനവും എന്ന് പറയും. ഉത്തരായനം എന്ന് പറയുന്നത് ദേവന്മാരുടെ പകലും ദക്ഷിണായനം പിതൃക്കളുടെ പകലുമാണ്. അപ്പോൾ ദേവന്മാരുടെ പകൽ സമയത്ത് ഇപ്പം ഏകദേശം ഒരു മകരമാസത്തിലാണ് ഈ ഉത്തരായനം ആരംഭിക്കുന്നത്. മകരം മുതൽക്ക് മിഥുനം തീരുവോളവും ഉത്തരായന കാലമാണ്. ഇതിപ്പം മേടമാസത്തിൻ്റെ ഒരു അവസാന ഭാഗവും ഇടവമാസം ഇത് ചേർന്നിട്ടാണ് നമുക്ക് ഈ വൈശാഖം വരുന്നത്. ദേവന്മാരുടെ ഒരു പകലിൻ്റെ ഒടുവിൽ ഒരു വൈകുന്നേരം, നമ്മളുടെ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് പോലെ ഒരു ഈവനിങ് വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ദേവന്മാരുടെ ഒരു ഈവനിങ് വാക്കിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയിലേക്ക് അവരെത്തുകയാണ്. അപ്പോൾ ഈ ഒരു 30 ദിവസം മഹാലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാൻ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ ഏറ്റവും പുണ്യമായിട്ടുള്ള ഭഗവാൻ ഈശ്വരൻ അത് മഹാലക്ഷ്മിയോട് ചേർന്നിട്ടുള്ള ആ ഒരു ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം പുണ്യമുള്ള കാലമാണ്. അപ്പോൾ ഈ പുണ്യകാലത്ത് ചെയ്യേണ്ടുന്നതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ഒക്കെ കൃത്യമായിട്ട് പാലിക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരു 1000 അശ്വമേധം നടത്തുന്ന ഫലം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ ഒരു വൈശാഖ മാസത്തിൽ അതിൻ്റെ വ്രതനിഷ്ഠകളോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അത്രയും ഒരു പ്രാധാന്യം ഈ വൈശാഖ മാസത്തിന് കൽപ്പിക്കുന്നുണ്ട്. ഭഗവാൻ മാധവനായിട്ട് ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു 30 ദിവസങ്ങളാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. നന്ദി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.